ഹലോ ഗൈസ്, അങ്ങനെ നമ്മള് കാട്ടിൽ മേക്കതി ക്ഷേത്രത്തിലെത്തി ഗൈസ്. അപ്പൊ അവിടെ വന്ന് നമ്മൾ നേരെ ജങ്കാറിൽ കയറാനുള്ള പരിപാടിയാണ്. അപ്പൊ രാവിലെ നമ്മൾ വന്ന സമയത്ത് ജങ്കാർ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ജങ്കാർ ഫുള്ളായി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മൾ അടുത്ത ജങ്കാറിൽ കയറി നേരെ നമ്മൾ തിരിച്ച് നേരെ അമ്പലത്തിലോട്ട് പോകേണ്ട പരിപാടിയാണ് ഗൈസ്. അവള് അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവൾക്ക് ചെറിയൊരു മൂഡ് ഔട്ട്. അവൾ മൂഡ് ഔട്ടല്ല, സംഭവം അവൾക്കൊരു പേടി പോലെയാണ്. അവൾ ഇതിൽ അങ്ങനെ വെള്ളത്തിൽ ഞാൻ അങ്ങനെ കയറ്റിയിട്ടില്ല, അതിൽ കയറാൻ അവൾക്ക് താല്പര്യമില്ല. ജങ്കാറിൽ കയറിയപ്പോൾ അവൾക്ക് ഒരു പേടി പോലും. നമ്മളതൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ഗേസ്. അപ്പോൾ നേരെ അമ്പലത്തിനടുത്തോട്ട് പോകേണ്ടി. ഇതാണ് നമ്മുടെ ജങ്കാർ ഒട്ടിക്കുന്ന മാമൻ. പുള്ളി രാവിലെ തുടങ്ങുന്ന പരിപാടി. അങ്ങനെ നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കേസ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് വരാണ്ട ഒരു അവസ്ഥയില്ല, കാരണം റോഡ് വളരെ വളരെ മോശമാണ് കേസ്. അങ്ങനെ നമ്മളൊരു 6 മണി 6:30 നമ്മൾ എത്തി. മോളത്ര മൂഡ് ശരിയല്ല, നമ്മളൊരു പേടി പോലെ അങ്ങനെ ഇരിക്കുന്നു, ഹാപ്പി അല്ല ആള്. അപ്പുറത്ത് പോയി ഇറങ്ങണം, ഇറങ്ങിയാലേ അവള് ഹാപ്പി ആവുള്ളൂ. അതുപോലെ ഈ ഒരു സംഭവം. നല്ല വ്യൂ ആണ് കേസ്. എൻ്റെ അകത്ത് ജങ്കാറിനകത്ത് കയറി കാണാൻ നല്ല വ്യൂ ആണ്. അങ്ങനെ കേസ് അതിന് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങേണ്ട ഒരു സമയമായി. അങ്ങനെ നമ്മൾ ഇറങ്ങി കേസ്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ അങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നേരെ ഒന്ന് വഴിപാട് കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് റെസിപ്റ്റ് എഴുതിയിട്ട് മണി വാങ്ങിക്കണം കേസ്. അപ്പോൾ അവർ നേരെ ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ കേസ് നമ്മൾ നേരെ വഴിപാട് അവിടെ പോയി നമ്മൾ വാങ്ങിച്ചു. നമുക്ക് കിട്ടിയ ഗ്രീൻ ഡ്രാ ആണ് കിട്ടിയത്. അപ്പോൾ ഓരോ കൗണ്ടറിനും ഓരോ കളറാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡ്രായ് ആ ഡ്രായ് കിട്ടുന്ന അതേത് കളർ ആ കൗണ്ടറിൽ അവിടെ പോയി വാങ്ങിക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഗ്രീനാണ്, അതെല്ലാം വാങ്ങിച്ചു. നമ്മൾ ഡ്രായ് മണി വാങ്ങിച്ചു. നേരെ നമ്മളവിടെ ഒരു 7 വലം വെക്കണം കേസ്. അപ്പോൾ 7 വലം മോള് ഡ്രായും കൊണ്ട് കിടക്കുകയാണ്, അപ്പോൾ നമ്മളെ തരുന്നില്ല. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് 7 വലം വെച്ച് ആണ് അവിടെ മണി കിട്ടേണ്ടത്. അങ്ങനെ നമ്മൾ നേരെ മണി കെട്ടേണ്ട പരിപാടിയാണ് കേസ്. മോളങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ അവിടെ വന്നു, മണി എടുത്തു. രണ്ടുപേരും മണി എടുത്തു. മോള് മണി കെട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ കൈ കൊടുത്തു. അവളങ്ങനെ കെട്ടി. പക്ഷെ ഞാനത് കെട്ടേണ്ട പരിപാടിയാണ് കേസ്. നേരെ ഒന്ന് തൊഴുതിന് ശേഷം ഒന്ന് കെട്ടി, അതിന് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് മണി കെട്ടുന്നുണ്ട് കേസ്. ആൾക്കാരൊക്കെ വന്ന് മണിയൊക്കെ കെട്ടി, ഓരോരുത്തരും വന്ന് കെട്ടി കെട്ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഇനി അടുത്തൊരു ഒരു മണികെട്ടലുണ്ട് കേസ്. അതായത് ചെറിയൊരു ഡെമോ കെട്ടൽ, അതിപ്പം കാണാം. നമ്മളെ ദിവ്യയുടെ ചെറിയൊരു അഭിനയമാണ് കേസ് മണികെട്ടൽ. അതിപ്പോ ദിവ്യ ഇപ്പൊ മണി കെട്ടുന്നതായിട്ട് ചെറിയൊരു അഭിനയമാണ്. അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു അഭിനയമാണ്. സംഭവം ഇടയ്ക്ക് സംഭവം സെറ്റ് ചെയ്ത് കയറ്റിയതാണ്. നല്ലൊരു ആലാണ് കേസ്. അവിടെയാണ് മൊത്തം ഇത് കെട്ടി വരുന്നത്. ആ ദിവ്യയുടെ അങ്ങനെ മണികെട്ടൽ അഭിനയം നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. അവിടെ എല്ലാം സെൽഫി എടുപ്പാണ്, ഫോട്ടോ എടുപ്പും. ഇത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേസ്. അമ്പലം കാണാൻ നല്ല വ്യൂ ആണ് കേസ്. ദൂരം നോക്കുമ്പോൾ നല്ല നല്ല ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ അടുത്ത സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാണ്. അത് കാണാൻ അത് കെട്ടിയതിന് ശേഷം നമ്മൾ നേരെ കടൽക്കരയിലോട്ട് വന്നു. മോൾക്ക് കടൽ കാണണമെന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് വന്നു കേസ്. വ്യൂ ആണ് കേസ്. നമ്മളെ ഈ ഇവിടെ ചൈന അമ്പലങ്ങൾ ഉള്ള ആ ഒരു ചെറിയൊരു വ്യൂ ആണ്. അതിൻ്റെ ഒരു മോഡലാണ് സംഭവം ചെയ്തിട്ടുള്ളത്. ചൈനയിലെ അമ്പലങ്ങളുള്ള അവിടുത്തെ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേസ്. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ രാവിലെ തിരക്ക് കുറവായി, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഇത്രയും കറങ്ങി ചുറ്റി വന്നിരുന്നാലേ പിന്നെ നേരെ അവിടെ കയറാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് നല്ല തിരക്കാണ്. പിന്നെ നേരെ അമ്പലം തൊഴുതൊക്കെ ഇറങ്ങി നേരെ തിരിച്ച് ജങ്കാറ് കയറി നേരെ തിരിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ് കേസ്. ഇനി അടുത്ത് നേരെ പോകുന്നത് മണ്ണാറശാലയിലിട്ടാണ് കേസ്. അപ്പൊ നേരെ ഇനി അങ്ങോട്ട് പോകേണ്ട പരിപാടിയാണ്. ഇവിടെ ജങ്കാർ ഉണ്ടെങ്കിലും ആൾക്കാർ അടുത്ത് വള്ളമുണ്ട് കേസ്. എനിക്കൊന്ന് പൈസ കൊടുത്താണെന്ന് തോന്നുന്നു ആൾക്കാർ പോകുന്നത്. ജങ്കാർ ഫ്രീ ആയിട്ടാണ്, വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ആൾക്കാർ വള്ളത്തിൽ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. ജങ്കാർ എടുക്കുന്നതിന് മുന്നേ അവിടെ വെള്ളമുണ്ട്. രാവിലെ അവിടെ നിന്ന് പോകാൻ പറ്റും. 5:15 5:30 കണ്ടാണ് ജങ്കാർ എടുക്കുന്നത്. അപ്പൊ ആൾക്കാർ വള്ളത്തിൽ കയറി പോകുന്നുണ്ട് കേസ്. അവിടെ നല്ല വള്ളത്തിൽ കയറേണ്ട ഒരു പ്രത്യേക ഒരു എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൽ ജങ്കാർ ഫ്രീ ആയിട്ട് കിടക്കുകയില്ലേ. അപ്പൊ നല്ല രാവിലെ നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ നേരെ ഇപ്പുറത്ത് എത്താറായി കേസ്. അപ്പൊ അവിടെ ഒരു ജങ്കാർ അവിടെ കിടപ്പുണ്ട്, അമ്പലത്തിന്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്.
അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേസ് ജങ്കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വെച്ച് പിടിച്ച് നേരെ നമ്മൾ മണ്ണാറശാല എത്തി. അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കേസ്. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും കേസ്. അത് നമ്മളൊന്ന് കേട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേസ്. ഇവിടെ ചെറിയൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേസ്. അപ്പോൾ നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേസ്. എല്ലാം ഷെയർ ചെയ്ത് പോയിട്ട് തിരിച്ചു പോവാണ്. താനിയനുണ്ട്, ചേട്ടനുണ്ട്, നല്ല പൊടി ഉറക്കമായി. രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ്. നമ്മള് അവിടെ മണിയട്ടി അമ്പലത്തിൽ പോയിട്ടാണ് മണ്ണാറശാല പോയത്. പോയിട്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുക, വീട്ടിലോട്ട് പോകണം. പിന്നെ കുറെ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്, രണ്ടിടത്ത് പോകണം. അത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് വന്ന് എന്റെ വീട്ടിൽ വന്ന് അവിടെ പോയതാണ്. തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം.